നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ധനുരാശിയിൽ ഉൾപ്പെടുന്ന അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമായ മൂലം നക്ഷത്രജാതർ സൗമ്യ സ്വഭാവത്തിന് ഉടമകളാണെന്നാണ് പറയപ്പെടുന്നത്. ധർമ്മനിഷ്ഠ, അഭിമാനം തുടങ്ങിയവ വെച്ചു പുലർത്തുവാൻ ഇവർ എപ്പോഴും ശ്രമിക്കുന്നതായി കാണാവുന്നതാണ്. വളരെയധികം സമ്പത്തുള്ളവരാണ് മൂലനക്ഷത്രക്കാർ. പുതിയ പദ്ധതികളിലും സംരംഭങ്ങളിലും വേഗത്തിൽ ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. സ്വന്തം സുരക്ഷ നോക്കാതെ ഏത് പ്രവൃത്തികളും ഏറ്റെടുക്കുവാൻ ഇവർ തയ്യാറാകുന്നു. കൂടാതെ വളരെയധികം അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ഈ നക്ഷത്രക്കാർ. കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. ഇവർക്ക് ആഡംബര ജീവിതം നയിക്കുവാനായി സാധിക്കുന്നു. എന്നാൽ നിയമാതീതമായി നടത്തുന്ന പണമിടപാടുകളിലൂടെ ധാരാളം സമ്പത്ത് നേടുവാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതായി കാണുന്നു. മൂലം നക്ഷത്രജാതർക്ക് ഈ മാസവും തുടർ മാസങ്ങളിലും പൊതുവെ ഏറെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇനി ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ഉള്ളവരാണെങ്കിൽ പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവ ഫലാർഹമാണ്. കലാകാരന്മാരാണെങ്കിൽ അംഗീകാരവും പ്രശസ്തിയും കൈവരുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളി സൗന്ദര്യമുള്ളവരും കുടുംബം നന്നായി നോക്കുന്നവരുമായിരിക്കും. വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വർഷാവസാനമായിരിക്കും നല്ലത്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചു വരുന്ന പ്രതികൂലമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ മാറ്റം വരുന്നതായി കാണാം. തീർച്ചയായും ധനലാഭം ഉണ്ടാകുന്ന മാസമാണ് തെളിയുന്നത്. ധനസ്ഥിതി കഴിഞ്ഞ കാലത്തേക്കാൾ മികച്ചതാണെന്ന് കാണുന്നു. എന്നാൽ വിദഗ്ധ ഉപദേശത്തിൽ മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ്. തനിക്കോ തങ്ങളുടെ ജീവിത പങ്കാളിക്കോ പൂർവികമായി ലഭിക്കുവാനുള്ള സമ്പത്ത് വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. ഇനി ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നൂതനവും ലാഭകരവുമായ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ സാധിച്ചേക്കും. മികച്ച ശമ്പള വർധന പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് തടയപ്പെട്ട അംഗീകാരങ്ങളും സ്ഥാനക്കയറ്റവും നിങ്ങളെ തേടി വന്നേക്കാവുന്ന മാസമാണിത്. പുതിയ പദ്ധതികൾക്ക് മേലുദ്യോഗസ്ഥരുടെ അനുവാദം ലഭിക്കുവാനും തൊഴിൽ രംഗത്ത് സ്ഥാനമാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ദൂരസ്ഥലത്തേക്കുള്ള മാറ്റവും ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. എങ്കിലും നിങ്ങളുടെ ഉന്നത ജീവിത വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന മനസ്ഥിതി നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷ, സമൃദ്ധി, സമാധാനവും നേടിത്തരുന്നതായി കാണുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ തൊഴിലിടത്തെ അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അഭികാമ്യമായാണ് കാണുന്നത്. വളരെ നയപരമായി വേണം തൊഴിൽ സ്ഥലങ്ങളിൽ മറ്റുള്ളവരോട് പെരുമാറുവാൻ. മറ്റുള്ളവർക്ക് കടം കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ലോൺ എടുക്കുക, കൂടാതെ തനിക്ക് അറിയാത്ത മേഖലകളിൽ പണം നിക്ഷേപിക്കുക, അപരിചിതരുമായുള്ള സൗഹൃദങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവ തീർത്തും ഒഴിവാക്കേണ്ടത് അഭിലഷണീയം. നിങ്ങൾക്ക് ഈ അടുത്ത കാലം വരെ തടസ്സങ്ങളിലോ അഥവാ കിട്ടാതിരുന്നതോ ആയ ധനം, സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ ഇവ ഉടനെ തന്നെ ലഭിച്ചേക്കാവുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണിത്. ജീവിതശൈലി, മറ്റു അസുഖങ്ങൾ ബാധിച്ചവർ എന്നിവർ കൃത്യമായ ഔഷധ സേവയും വൈദ്യസഹായവും തേടേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഒട്ടും അസുഖങ്ങളില്ലെങ്കിൽ പോലും കൃത്യമായ വിദഗ്ധ വൈദ്യ പരിശോധന നടത്തി ആവശ്യമായ ചികിത്സ വേണമെങ്കിൽ തുടങ്ങാവുന്നതാണ്. വ്യായാമങ്ങൾ, യോഗ,
തുടങ്ങിയവ കൃത്യമായി തുടരേണ്ടതും പാലിക്കേണ്ടതും തന്നെയാണ്. തുടർ മാസങ്ങളിൽ അനാവശ്യ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഉള്ള ഇടപെടലുകളിലൂടെ നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തങ്ങളുടെ കർമ്മരംഗത്ത് തുടരുന്നതാണ് ഗുണകരം. ജോലിക്കാരാണെങ്കിൽ ശമ്പള വർധനയോ, ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള ഭീമമായ ലാഭവും പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ സുദീർഘമായ യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന സമയമാണ്. എങ്കിലും എല്ലാം തന്നെ നല്ല പുരോഗതിയിലേക്കും ഫലപ്രാപ്തിയിലേക്കും നീങ്ങുന്നതായാണ് മനസ്സിലാവുന്നത്. കുടുംബ, തൊഴിൽ, ബിസിനസ് രംഗങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങളെ ഒട്ടും വലുതാക്കാതെ തുടക്കത്തിൽ തന്നെ പരിഹാരം ചെയ്ത് പോകുവാനുള്ള നിങ്ങളുടെ ക്ഷമയോടും സംയമനത്തോടുമുള്ള പെരുമാറ്റം എല്ലാ തടസ്സങ്ങളിൽ നിന്നും പ്രശ്നസാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുവാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ആർജിക്കുവാൻ ഈ മാസം സാധിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിസ്സീമമായ സ്നേഹവും സഹകരണവും സഹായവും വളരെയധികം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് ജീവിത മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് ഒരുമിച്ച് സാധിക്കുന്നു. മറ്റ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും ഇളയ സന്താനങ്ങളുടെ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസവും പെരുമാറ്റവും വളരെയധികം സന്തോഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള നിങ്ങളുടെ അനുഭവ പരിജ്ഞാനവും പ്രവർത്തന ശൈലിയും പിന്നീടും ഗുണഫലങ്ങൾ നേടിത്തരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ ഓർക്കേണ്ടതുണ്ട്. മൂലം നക്ഷത്ര ജാതർ. മൂലം നക്ഷത്രത്തിന് ചില ദോഷങ്ങളുണ്ട്. മൂലാഗ്രപാതയെ പിതരം നിഹന്തി, ദ്വിതീയകേ മാതരമാശുഹന്തി, തൃതീയകേ വിത്ത വിനാശകസ്യാൽ, ചതുർത്ഥ പാതയെ സമുപൈതി സൗഖ്യം എന്നാ പറയുന്നത്. മൂലം നക്ഷത്രക്കാർ ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ദശകളിൽ ദോഷപരിഹാരം അനുഷ്ഠിക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാ മൂലനക്ഷത്രത്തിലും കൂടാതെ അശ്വതി, മകം എന്നീ അനുജന്മ നക്ഷത്രങ്ങളിലും ശ്രീകൃഷ്ണ, വിഷ്ണു, ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് യഥാശക്തി വഴിപാട് നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ്. വളരെ വിശിഷ്ടമായ മൂലവും വ്യാഴവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ത്രിമധുരം വഴിപാട് നടത്തുന്നത് എല്ലാതരം അഭീഷ്ടകാര്യസിദ്ധികൾക്കും ഇടയാക്കുന്നതാണ്. നിങ്ങൾ മൂലം നക്ഷത്രജാതർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആയില്യം നക്ഷത്രക്കാരുമായി വിവാഹം നടത്തരുത്. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമായാണ് കാണുന്നത്. ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. 7, 17, 15, 27 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. രോഹിണി, ചോതി, അനിഴം, ചതയം, തിരുവോണം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദത്തിലും പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടി ചേർക്കാവുന്നതാണ്. 7 ആണ് മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും അതീവ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും
ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.